2047 നമ്മുടെ ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്നുള്ള കാര്യമാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. വികസിത രാജ്യം, വികസിത ഇന്ത്യ, മോദിയുടെ ഗ്യാരണ്ടി എന്നീ രണ്ട് തീമുകളിൽ ബന്ധപ്പെടുത്തിയാണല്ലോ ആ ഒരു മാനിഫെസ്റ്റോ, പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഗുണയുടെ ഉൾഗ്രാമങ്ങളിലെ അവസ്ഥ ഏത് രീതിയിലാണ്, വികസനങ്ങൾ ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി നടത്തുന്നൊരു യാത്രയാണിത്. सड़क पूरी खराब हो रही है। आपने देखा पानी भर रहा है, रोज वहीं से लोग गुजर रहे हैं। हमारा गांव यहाँ से 12 किलोमीटर दूर है, तो करीबन एक गांव और पड़ेगा इसके बाद, तो वहाँ से 2 किलोमीटर और हमारा गांव पड़ेगा। तो वहाँ से कोई सड़क नहीं है बिल्कुल भी। हमें कम बरसात में घूटे घूटे खच के जाना पड़ता है। इस बार हम तो कांग्रेस को देंगे वोट। ഈ യാത്രയുടെ ദൂരം കാലങ്ങൾ കൊണ്ടാണ് ഞാൻ അളന്നത്. പട്ടണത്തിൽ നിന്ന് അകത്തേക്ക് മാറി ബേണ്ടാജിർ, ബജ്രംഗഡ് എന്ന 2 ഗ്രാമങ്ങൾ. രാജ്യം മുന്നോട്ട് എന്ന് പറയപ്പെടുമ്പോൾ ഈ ഗ്രാമങ്ങൾ എനിക്ക് 50 വർഷം മുൻപുള്ള ഇന്ത്യയുടെ ചിത്രമാണ് നൽകിയത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച പഴയകാല വീടുകൾ, തൊഴുത്ത്, വഴിനീള കാളവണ്ടികൾ, പൊട്ടിപ്പൊളിഞ്ഞ പാതകൾ. വെള്ളമെടുക്കാൻ ദേ ഇങ്ങനെ പഴയ പൈപ്പിൻ്റെ ചോട്ടിൽ പാത്രം വെച്ച് ആ ലിവർ തുടർച്ചയായി പ്രയോഗിക്കണം. പഴയ കാലമെന്നോ പുതിയ കാലമെന്നോ വ്യത്യാസമില്ലാതെ വഴിയരികിൽ കുത്തിയിരിക്കുന്നവർ, മരച്ചുവട്ടിൽ ചീട്ട് കളിക്കുന്ന പുരുഷന്മാർ. വെള്ളമെടുക്കാനും വീട്ടാവശ്യങ്ങൾ നിറവേറ്റാനും ഇപ്പോഴും സ്ത്രീകൾ പെടാപ്പാടുപെടുന്ന കാഴ്ച. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 100 കോടി ഉപഭോക്താക്കൾക്ക് വീട് നൽകിയ രാജ്യത്ത് ഇങ്ങനെയും വീടുകൾ. ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ ഗ്യാസ് സബ്സിഡി നൽകുമ്പോൾ ഇവരുടെ പ്രധാന ആശ്രയം ചാണകവരളിയാണ്. പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് ഗ്രാമവാസികൾ പറയുന്നു. समस्या बहुत आती है ऐसी रोड की, लेकिन मोदी जी आएंगे, ये पक्का है। काम अच्छे कर रहे हैं, इसलिए कह रहे हैं। बहुत से नेता अपन ने देख लिया हमने को, लेकिन मोदी जी प्रधानमंत्री अभी तक कोई नहीं बना. വികസനം എന്നത് ഇപ്പോൾ പുതുതായി എന്ത് ലഭിച്ചു എന്നതാണ് ഇവിടുത്തുകാർക്ക്. ഗുണ പട്ടണത്തെ ഗ്രാമങ്ങളുമായി ബന്ധിപ്പിക്കുന്നതേ ഈ പ്രധാന പാത പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയ്ക്ക് കീഴിൽ പണിതതാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഗുണ നിവാസികൾക്കും തൊട്ടടുത്തുള്ള ശിവപുരിക്കാർക്കും പുതിയ വിമാനത്താവളങ്ങളാണ് വാഗ്ദാനം ലഭിച്ചിരിക്കുന്നത്. ഗുണയിലെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ജഗദീഷ് ബിഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.